ഹലോ നമസ്കാരം കൂട്ടുകാരെ. നമ്മുടെ തേർഡ് മൊഡ്യൂൾ കഴിഞ്ഞ് ഫോർത്ത് മൊഡ്യൂളിലേക്ക് എൻ്റർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഫോർത്ത് മൊഡ്യൂൾ എന്താണെന്ന് അറിയാലോ. ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ, അതിർത്തികൾ, ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ. ഇതാണ് 5 മാർക്കിൻ്റെ ഒരു പോർഷനാണ്. ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ, അതിർത്തികൾ, ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ. അപ്പോൾ ഈ പറയുന്ന ഈ പോർഷനിൽ നമ്മുടെ SCERT ചാപ്റ്റേഴ്സും അതുകൂടാതെ എൻ്റെ കയ്യിൽ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു നോട്ടുണ്ട്. ഓക്കെ, അതും കൂടെയാണ് നിങ്ങൾക്ക് തരാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ 5 മാർക്കിൻ്റെ പോർഷൻസാണ്. വൃത്തിയായിട്ട് പഠിക്കുക. ക്ലിയർ അല്ലേ? നമ്മൾ ചാപ്റ്ററിലോട്ട് കിടക്കുകയാണ്. ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിൽ 5ാം ക്ലാസ്സിലെ 11ാമത്തെ ചാപ്റ്ററാണ്. 5ാം ക്ലാസ്സിലെ 11ാമത്തെ ചാപ്റ്ററാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്ററാണ് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ക്ലാസ്സിലോട്ട് കിടക്കാം. ഇന്ത്യയുടെ തെക്ക് ഭാഗത്തുള്ള സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം. ഇന്ത്യയുടെ തെക്ക് ഭാഗത്തുള്ള സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം. നോക്കൂ, ഈ ജോഗ്രഫി എന്ന് പറയുന്ന ഈ പാട്ട് നമ്മൾ പറയുന്ന സമയത്ത് ശരിക്കും വിഷ്വലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇന്ത്യ എവിടെയാണെന്നും ഭൂമധ്യരേഖയുടെ എവിടെയാണെന്നും ഏഷ്യയുടെ ഏത് ഭാഗത്താണെന്നും അതുപോലെ സമുദ്രങ്ങൾ പറയുമ്പം അത് ഏത് വശത്താണ് എന്നുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കണം. ക്ലിയർ അല്ലേ? നോക്കാം. ഇന്ത്യയുടെ തെക്ക് ഭാഗത്തുള്ള സമുദ്രം ഏതാണെന്നാണ് പറഞ്ഞ് ഇന്ത്യൻ മഹാസമുദ്രം. ഇന്ത്യയുടെ തെക്ക് ഭാഗം എന്ന് പറഞ്ഞാൽ താഴ്ഭാഗത്തല്ലേ, താഴ്ഭാഗത്തുള്ള സമുദ്രം ഏതാണ്? ഇന്ത്യൻ മഹാസമുദ്രമാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ കിഴക്ക് ഭാഗം ബംഗാൾ ഉൾക്കടൽ. ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗം അറബിക്കടൽ. നിലവിൽ ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളാണുള്ളത്? 28 സംസ്ഥാനങ്ങൾ. നിലവിൽ ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളുണ്ട്? 28. നിലവിൽ ഇന്ത്യയിലെ എത്ര കേന്ദ്രഭരണ പ്രദേശങ്ങളാണുള്ളത്? 8. നിലവിൽ ഇന്ത്യയിൽ എത്ര കേന്ദ്രഭരണ പ്രദേശങ്ങളാണുള്ളത്? 8. ഹിമാലയ പർവ്വത നിരകൾക്ക് തെക്ക് ഭാഗത്തുള്ള സമതലം സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലം. ഹിമാലയ പർവ്വത നിരകൾക്ക് തെക്കു ഭാഗത്തുള്ള സമതലമാണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലം. ഇന്ത്യയുടെ ഭക്ഷ്യകലവറ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സമതലമാണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലം. ഇന്ത്യയുടെ ഭക്ഷ്യകലവറ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സമതലമാണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലം. ഇതാണ് ഉത്തര മഹാസമതലം എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമിയായ താർ മരുഭൂമി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് രാജസ്ഥാൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമിയായ താർ മരുഭൂമി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് രാജസ്ഥാൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് ഡക്കാൻ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഡക്കാൻ പീഠഭൂമി. സമുദ്രത്താൽ ചുറ്റപ്പെട്ട കരഭാഗങ്ങൾ അറിയപ്പെടുന്നത് ദ്വീപുകൾ എന്നാണ്. സമുദ്രത്താൽ ചുറ്റപ്പെട്ട കരഭാഗങ്ങളാണ് ദ്വീപുകൾ. ലക്ഷദ്വീപ് സ്ഥിതി ചെയ്യുന്നത് അറബിക്കടലിലാണ്. ലക്ഷദ്വീപ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അറബിക്കടലിൽ. ആൻഡമാൻ നിക്കോബാർ സ്ഥിതി ചെയ്യുന്നത് ബംഗാൾ ഉൾക്കടലിലാണ്. ബംഗാൾ ഉൾക്കടലിൽ. ഇന്ത്യയിൽ ഏറ്റവും അധികം മഴ ലഭിക്കുന്ന പ്രദേശമാണ് മേഘാലയയിലെ ചിറാപുഞ്ചി. അതുപോലെ മൗസിൻഡ്രമാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലം. ഓക്കെ, ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലൊന്നായ മേഘാലയയിലെ ചിറാപുഞ്ചിയാണ്. ഇന്ത്യയിൽ ശൈത്യകാലം ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ. ഇന്ത്യയിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത് ഡിസംബർ ടു ഫെബ്രുവരി. ഇന്ത്യയിൽ ഉഷ്ണകാലം മാർച്ച് ഏപ്രിൽ മെയിലാണ് ഇന്ത്യയിൽ ഉഷ്ണകാലം. ദക്ഷിണേന്ത്യക്കാരുടെ പ്രധാന ഭക്ഷ്യധാന്യമാണ് അരി. അരി, അതായത് നമ്മുടെ ഇന്ത്യയുടെ എന്താ പറയുക, പകുതി എന്ന് പറയില്ലേ, അതിൻ്റെ താഴെയുള്ള ഭാഗം എന്താണ്? ദക്ഷിണേന്ത്യ എന്നും മുകളിലുള്ളത് ഉത്തരേന്ത്യ എന്നും അറിയപ്പെടുന്നു. ഓക്കെ, ഇതൊക്കെ അറിയാവുന്നതായിരിക്കും, എങ്കിലും പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നോക്കാം. ദക്ഷിണേന്ത്യക്കാരുടെ പ്രധാന ഭക്ഷ്യധാന്യം അരിയാണ്. ഉത്തരേന്ത്യക്കാരുടെ പ്രധാന ഭക്ഷ്യധാന്യം ഗോതമ്പാണ്. തമിഴ്നാട്ടിലെ പ്രധാന ആഘോഷം ഏതാണ്? പൊങ്കൽ. കേരളത്തിലെ ദേശീയ ഉത്സവം ഓണം. അസമിലെ പ്രധാന ആഘോഷമാണ് ബിഹു. ഏതാണ്? ബിഹു. ഉത്തരേന്ത്യയിലെ പ്രധാന ആഘോഷമാണ് ഹോളി. ഹോളിയാണ്.
ഓക്കെ, ഇതൊരു കുഞ്ഞു ചാപ്റ്ററാണ്, ഒന്ന് റിവൈസ് ചെയ്യാം. ഇന്ത്യയുടെ തെക്ക് ഭാഗത്തുള്ള സമുദ്രം ഇന്ത്യൻ മഹാസമുദ്രം, ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ കിഴക്ക് ഭാഗം ബംഗാൾ ഉൾക്കടൽ, ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗം അറബിക്കടൽ. നിലവിൽ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ 28, കേന്ദ്രഭരണ പ്രദേശങ്ങൾ 8. ഹിമാലയ പർവ്വത നിരകൾക്ക് തെക്കു ഭാഗത്തുള്ള സമതലമാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം. ഇന്ത്യയുടെ ഭക്ഷ്യകലവറ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സമതലമാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം. ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമിയായ താർ മരുഭൂമി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് രാജസ്ഥാൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഡക്കാൻ പീഠഭൂമി. സമുദ്രത്താൽ ചുറ്റപ്പെട്ട കരഭാഗങ്ങളാണ് ദ്വീപുകൾ. ലക്ഷദ്വീപ് സ്ഥിതി ചെയ്യുന്നത് അറബിക്കടലിലാണ്. ആൻഡമാൻ നിക്കോബാർ സ്ഥിതി ചെയ്യുന്നത് ബംഗാൾ ഉൾക്കടലിൽ. ഇന്ത്യയിലെ ഏറ്റവും അധികം മഴ ലഭിക്കുന്ന പ്രദേശമാണ് മേഘാലയയിലെ ചിറാപുഞ്ചി. ഇന്ത്യയിൽ ശൈത്യകാലം ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ. ഇന്ത്യയിൽ ഉഷ്ണകാലം മാർച്ച് ഏപ്രിൽ മെയ്. ദക്ഷിണേന്ത്യക്കാരുടെ പ്രധാന ഭക്ഷ്യധാന്യമാണ് അരി. ഉത്തരേന്ത്യക്കാരുടെ പ്രധാന ഭക്ഷ്യധാന്യമാണ് ഗോതമ്പ്. തമിഴ്നാട്ടിലെ പ്രധാന ആഘോഷമാണ് പൊങ്കൽ. കേരളത്തിലെ ദേശീയോത്സവം ഓണം. അസമിലെ പ്രധാന ആഘോഷമാണ് ബിഹു. ഉത്തരേന്ത്യയിലെ പ്രധാന ആഘോഷം ഹോളിയാണ്. ഓക്കെ, ഈ ചാപ്റ്റർ ക്ലിയർ ആയില്ലേ? ഇനി നമ്മൾ അടുത്തൊരു ചാപ്റ്ററിലോട്ട് നീങ്ങാണ്. 7ാം ക്ലാസ്സിലെ 13ാമത്തെ ചാപ്റ്ററാണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. SCERT പോർഷൻസ് വൃത്തിയായിട്ട് ഒരു വരി പോലും വിടാതെ അങ്ങ് പഠിക്കുക. 7ാം ക്ലാസ്സിലെ 13ാമത്തെ പാഠം ഇന്ത്യയിലൂടെ. ഓക്കെ, നോക്കാം. ലോകരാജ്യങ്ങളിൽ വലുപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 7ആണ്. ലോകരാജ്യങ്ങളിൽ വലുപ്പത്തിൽ എത്രാമത്തെ സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്? 7. എന്നാൽ ഏറ്റവും വലിയ രാജ്യം ഏതാണ്? വലുപ്പത്തിൽ ഏറ്റവും വലുത് റഷ്യയാണ്. 2 കാനഡ, 3 USA, 4 ചൈന, 5 ബ്രസീൽ, 6 ഓസ്ട്രേലിയ, 7 ഇന്ത്യ, 8 അർജന്റീന. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, 8 സ്ഥാനങ്ങൾ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. പിന്നെ കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടാണ് ബ്രസീൽ. ഈ ബ്രസീൽ എന്ന് പറയുന്നത് ഇന്ത്യയേക്കാൾ വലിപ്പമേറിയ രാജ്യമാണോ എന്നുള്ള രീതിയിൽ ചോദിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വലിപ്പം, അതുപോലെ എന്താ പറയുക, ഉപഭൂഖണ്ഡങ്ങളിൽ വരുന്നത്, അങ്ങനെയുള്ള പോർഷൻസൊക്കെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അത് ഇന്ത്യൻ ഭൂമിശാസ്ത്ര അടിസ്ഥാന വിവരങ്ങൾ എന്ന് പറയുന്ന പോർഷൻസിലൊക്കെ വരുന്നതാണ്. അയൽ രാജ്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വരുന്നതാണ്. അത് നമ്മൾ വഴിയെ പഠിക്കുന്നതായിരിക്കും കേട്ടോ. ഈ SCERT പോർഷൻസ് ഒന്ന് കഴിഞ്ഞോട്ടെ, അതിനെക്കുറിച്ചുള്ള ഒരു നോട്ട് ഞാൻ തരാം. ഓക്കെ, അപ്പോൾ അടുത്ത പോയിന്റ്, ഇന്ത്യയുടെ ആകെ വിസ്തൃതി എത്രയാണ്? ഇന്ത്യയുടെ ആകെ വിസ്തൃതി 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്. ഇന്ത്യയുടെ ആകെ വിസ്തൃതി എന്ന് പറയുന്നത് 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ. ഇന്ത്യയുടെ സ്ഥാനം ഭൂമധ്യരേഖയ്ക്ക് വടക്ക് ഉത്തര അക്ഷാംശം 8 ഡിഗ്രി 4 മിനിറ്റ് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് വരെയും പൂർവ്വരേഖാംശം 68 ഡിഗ്രി 7 മിനിറ്റ് മുതൽ 97 ഡിഗ്രി 25 മിനിറ്റ് വരെയുമാണ്. ഓക്കെ, ഇത് വൃത്തിയായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം തീർച്ചയായിട്ടും ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരും. ഓക്കെ, വരും എന്നുള്ളത് അത്ര ഉറപ്പിച്ച് പറയണം കേട്ടോ. 8 ഡിഗ്രി 4 മിനിറ്റ് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് വരെയും 68 ഡിഗ്രി 7 മിനിറ്റ് മുതൽ 97 ഡിഗ്രി 25 മിനിറ്റ് വരെയും ഇതിനിടയിലാണ് നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം. അപ്പോൾ ആദ്യം പറഞ്ഞത് ഉത്തരക്ഷാംശം 8 ഡിഗ്രി 4 മിനിറ്റ് 37 ഡിഗ്രി 6 മിനിറ്റ് എന്ന് പറയുന്നത് ഉത്തരക്ഷാംശവും, പൂർവ്വരേഖാംശം 8 ഡിഗ്രി 7 മിനിറ്റ് മുതൽ 97 ഡിഗ്രി 25 മിനിറ്റ് എന്ന് പറയുന്നത് പൂർവ്വരേഖാംശവുമാണ്. അപ്പോൾ ഈസ്റ്റും വെസ്റ്റൊക്കെ ഒരു ധാരണ വേണേ. അടുത്തത്, ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ജമ്മു കാശ്മീർ മുതൽ വടക്ക് കിഴക്ക് അരുണാചൽ പ്രദേശ് വരെ നീളുന്ന ഹിമാലയ ഭാഗത്തിൻ്റെ നീളമാണ് 2400 കിലോമീറ്റർ. അതായത് ഉത്തര പർവ്വത മേഖല എന്നറിയപ്പെടുന്ന ഭാഗമാണ് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ജമ്മു കാശ്മീർ മുതൽ വടക്ക് കിഴക്ക് അരുണാചൽ പ്രദേശ് വരെ വ്യാപിച്ചു കിടക്കുന്ന ഹിമാലയ ഭാഗമാണ് ഉത്തര പർവ്വത മേഖല. ഇതിൻ്റെ നീളം 2400 കിലോമീറ്റർ. ഇന്ത്യയിലെ പ്രധാന ഭൂപ്രകൃതി വിഭാഗങ്ങൾ ഏതെല്ലാമാണ്? ഉത്തര പർവ്വത മേഖല, ഉത്തര മഹാസമതലങ്ങൾ, ഉപദ്വീപീയ പീഠഭൂമി, തീരസമതലങ്ങൾ, ദ്വീപുകൾ. ഇന്ത്യയിലെ പ്രധാന ഭൂപ്രകൃതി വിഭാഗങ്ങൾ ഏതെല്ലാമാണ്? ഉത്തര പർവ്വത മേഖല, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരമഹാസമതലങ്ങൾ, ദ്വീപുകൾ. എവറസ്റ്റ്, കാഞ്ചൻജംഗ, നന്ദാദേവി തുടങ്ങിയ
കൊടുമുടികൾ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് ഹിമാലയം. എവറസ്റ്റ്, കാഞ്ചൻജംഗ, നന്ദാദേവി തുടങ്ങിയ കൊടുമുടികൾ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് ഹിമാലയം. ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? എവറസ്റ്റ് കൊടുമുടി. നേപ്പാളിലെ എവറസ്റ്റ് കൊടുമുടിയാണ് ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഹിമാലയ പർവ്വതനിരകളിൽ നിന്നും ഉത്ഭവിക്കുന്ന പ്രധാന നദികളാണ് ഹിമാലയൻ നദികൾ. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര തുടങ്ങിയവ ഹിമാലയൻ നദികളാണ്. ഹിമാലയ പർവ്വതനിരകളിൽ നിന്നും ഉത്ഭവിക്കുന്ന പ്രധാന നദികൾ അറിയപ്പെടുന്നത് ഹിമാലയൻ നദികൾ എന്നതാണ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നിവ ഹിമാലയൻ നദികളാണ്. സിംല, ഡാർജിലിംഗ്, കുളു, മണാലി തുടങ്ങിയ സുഖവാസ കേന്ദ്രങ്ങൾ ഹിമാലയത്തിന്റെ തൊട്ട് തെക്ക് ഭാഗത്ത് കാണപ്പെടുന്നു. സിംല, ഡാർജിലിംഗ്, കുളു, മണാലി തുടങ്ങിയ സുഖവാസ കേന്ദ്രങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ്? ഹിമാലയത്തിന്റെ തൊട്ട് തെക്ക് ഭാഗത്തായി കാണപ്പെടുന്നു. കുങ്കുമപ്പൂ കൃഷിക്ക് പേരുകേട്ട സ്ഥലമാണ് ജമ്മു കാശ്മീർ. കുങ്കുമപ്പൂ കൃഷിക്ക് പേരുകേട്ട സ്ഥലം ഏതാണ്? ജമ്മു കാശ്മീർ. ശൈത്യകാലത്ത് മധ്യേഷ്യയിൽ നിന്നും വരുന്ന ശീതക്കാറ്റിനെ ഇന്ത്യയിലേക്ക് കടത്തിവിടാതെ സംരക്ഷിക്കുന്നത് ഉത്തരപർവ്വത മേഖലയാണ്. ശൈത്യകാലത്ത് മധ്യേഷ്യയിൽ നിന്നും വരുന്ന ശീതക്കാറ്റിനെ ഇന്ത്യയിലേക്ക് കടത്തിവിടാതെ സംരക്ഷിക്കുന്നത് ഉത്തരപർവ്വത മേഖലയാണ്. മൺസൂൺ കാറ്റുകളെ തടഞ്ഞ് ഉത്തരേന്ത്യയിലുടനീളം മഴ ലഭിക്കുന്നതിനിടയാക്കുന്നത് ഉത്തരപർവ്വത മേഖല. മൺസൂൺ കാറ്റുകളെ തടഞ്ഞ് ഉത്തരേന്ത്യയിലുടനീളം മഴ ലഭിക്കുന്നതിനിടയാക്കുന്നത് ഉത്തരപർവ്വത മേഖല. ഹിമാലയൻ നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന എക്കൽ നിക്ഷേപിച്ചുണ്ടാകുന്ന ഭൂപ്രകൃതിയാണ് ഉത്തര മഹാസമതലം. ഹിമാലയൻ നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന എക്കൽ നിക്ഷേപിച്ചുണ്ടായ ഭൂപ്രകൃതി വിഭാഗമാണ് ഉത്തര മഹാസമതലം. ഉത്തര മഹാസമതലം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലം. ഉത്തര മഹാസമതലം വ്യാപിച്ചു കിടക്കുന്ന സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമ ബംഗാളിൻ്റെ കുറേ ഭാഗങ്ങൾ എന്നിവിടങ്ങളിലായി ഉത്തര മഹാസമതലം വ്യാപിച്ചു കിടക്കുന്നു. ഏതെല്ലാം സംസ്ഥാനങ്ങളാണ്? രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമ ബംഗാളിൻ്റെ കുറേ ഭാഗങ്ങൾ. ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഉത്തര മഹാസമതലമാണ്. ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഉത്തര മഹാസമതലം. ഉത്തര മഹാസമതലത്തിൻ്റെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് മഴ ലഭിക്കാത്ത പ്രദേശം അറിയപ്പെടുന്നത് മരുസ്ഥലി. രാജസ്ഥാനിലെ മരുഭൂമിയായ പ്രദേശങ്ങളാണ് മരുസ്ഥലി എന്നറിയപ്പെടുന്നത്. ഉത്തര മഹാസമതലത്തിൻ്റെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് മഴ ലഭിക്കാത്ത പ്രദേശം അറിയപ്പെടുന്നത് മരുസ്ഥലി എന്നാണ്. രാജസ്ഥാനിൽ കൃഷി ചെയ്യുന്ന പ്രധാന വിളകളാണ് ജോവർ, ബജ്റ. രാജസ്ഥാനിൽ കൃഷി ചെയ്യുന്ന പ്രധാന വിളകൾ ഏതെല്ലാമാണ്? ജോവർ, ബജ്റ. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറായി രാജസ്ഥാന്റെ ഭൂരിഭാഗം പ്രദേശവും ഉൾക്കൊള്ളുന്ന ഉഷ്ണമരുഭൂമിയാണ് താർ മരുഭൂമി. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറായി രാജസ്ഥാന്റെ ഭൂരിഭാഗവും പ്രദേശവും ഉൾക്കൊള്ളുന്ന ഉഷ്ണമരുഭൂമിയാണ് താർ മരുഭൂമി. ഡക്കാൻ പീഠഭൂമി ഏത് പീഠഭൂമിയുടെ ഭാഗമാണ്? ഉപദ്വീപീയ പീഠഭൂമി. ഡക്കാൻ പീഠഭൂമി ഏത് പീഠഭൂമിയുടെ ഭാഗമാണ്? ഉപദ്വീപീയ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമിയിൽ കാണുന്ന പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് കറുത്ത മണ്ണ്. ഉപദ്വീപീയ പീഠഭൂമിയിൽ കാണുന്ന പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് കറുത്ത മണ്ണ്. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായ പർവ്വതനിരകളാണ് വിന്ധ്യ, സത്പുര, അരവല്ലി, പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം എന്നിവ. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായ പർവ്വതനിരകൾ ഏതെല്ലാമാണ്? വിന്ധ്യ, സത്പുര, ആരവല്ലി, പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം എന്നിവ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായ പർവ്വതനിരകളാണ്. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ് ആനമുടി. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏതാണ്? ആനമുടി. ഉപദ്വീപീയ പീഠഭൂമി പ്രദേശത്ത് നിന്ന് ഉത്ഭവിക്കുന്ന പ്രധാന നദികളാണ് ഉപദ്വീപീയ നദികൾ. ഉപദ്വീപീയ പീഠഭൂമി പ്രദേശത്ത് നിന്ന് ഉത്ഭവിക്കുന്ന പ്രധാന നദികൾ അറിയപ്പെടുന്നത് ഉപദ്വീപീയ നദികൾ എന്നാണ്. ഗോദാവരി, മഹാനദി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി എന്നിവ ഉപദ്വീപീയ നദികളാണ്. ഗോദാവരി, മഹാനദി, കൃഷ്ണ, കാവേരി, നർമ്മദ എന്നിവ ഉപദ്വീപീയ നദികളാണ്. ഇന്ത്യയുടെ കടൽത്തീരത്തിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത് 6100 കിലോമീറ്റർ. ഇന്ത്യയുടെ കടൽത്തീരത്തിൻ്റെ ദൈർഘ്യം 6100
കിലോമീറ്റർ. പവിഴപ്പുറ്റുകൾ രൂപം കൊള്ളാൻ സഹായിക്കുന്ന സമുദ്രജീവികളാണ് കോറൽ പോളിപ്പുകൾ. പവിഴപ്പുറ്റുകൾ രൂപം കൊള്ളാൻ സഹായിക്കുന്ന സമുദ്രജീവികൾ അറിയപ്പെടുന്നത് കോറൽ പോളിപ്പുകൾ എന്നാണ്. ഓക്കെ, ഇതുവരെയുള്ള ഭാഗങ്ങൾ ക്ലിയർ ആയല്ലോ. ഇതിന് വേറൊരു എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, ഒന്ന് റിവൈസ് ചെയ്യാം. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ജമ്മു കാശ്മീർ മുതൽ വടക്ക് കിഴക്ക് അരുണാചൽ പ്രദേശ് വരെ നീളുന്ന ഹിമാലയ ഭാഗത്തിൻ്റെ നീളം 2400 കിലോമീറ്റർ. ഇന്ത്യയിലെ പ്രധാന ഭൂപ്രകൃതി വിഭാഗങ്ങളാണ് ഉത്തരപർവ്വത മേഖല, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരസമതലങ്ങൾ, ദ്വീപുകൾ, എവറസ്റ്റ്, കാഞ്ചൻജംഗ, നന്ദാദേവി തുടങ്ങിയ കൊടുമുടികൾ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് ഹിമാലയം. ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് എവറസ്റ്റ് കൊടുമുടി. നേപ്പാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഹിമാലയ പർവ്വതനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന പ്രധാന നദികളാണ് ഹിമാലയൻ നദികൾ. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നിവ ഹിമാലയൻ നദികളാണ്. സിംല, ഡാർജിലിംഗ്, കുളു, മണാലി തുടങ്ങിയ സുഖവാസ കേന്ദ്രങ്ങൾ ഹിമാലയത്തിന്റെ തൊട്ടു തെക്ക് ഭാഗത്തായി കാണപ്പെടുന്നു. കുങ്കുമപ്പൂ കൃഷിക്ക് പേരുകേട്ട സ്ഥലമാണ് ജമ്മു കാശ്മീർ. ശൈത്യകാലത്ത് മധ്യേഷ്യയിൽ നിന്നും വരുന്ന ശീതക്കാറ്റിനെ ഇന്ത്യയിലേക്ക് കടത്തിവിടാതെ സംരക്ഷിക്കുന്നത് ഉത്തര പർവ്വത മേഖലയാണ്. മൺസൂൺ കാറ്റുകളെ തടഞ്ഞ് ഉത്തരേന്ത്യയിലുടനീളം മഴ ലഭിക്കുന്നതിനിടയാക്കുന്നത് ഉത്തര പർവ്വത മേഖല. ഹിമാലയൻ നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന എക്കൽ നിക്ഷേപിച്ചുണ്ടായ ഭൂപ്രകൃതിയാണ് ഉത്തര മഹാസമതലം. ഉത്തര മഹാസമതലം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലം. ഉത്തര മഹാസമതലം വ്യാപിച്ചു കിടക്കുന്ന സംസ്ഥാനങ്ങളാണ് രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമ ബംഗാളിന്റെ കുറേ ഭാഗങ്ങൾ. ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഉത്തര മഹാസമതലം. ഉത്തര മഹാസമതലത്തിന്റെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് മഴ ലഭിക്കാത്ത പ്രദേശം അറിയപ്പെടുന്നത് മരുസ്ഥലി എന്നാണ്. രാജസ്ഥാനിലെ മരുഭൂമിയായ പ്രദേശങ്ങളാണ് മരുസ്ഥലി. രാജസ്ഥാനിൽ കൃഷി ചെയ്യുന്ന പ്രധാന വിളകളാണ് ജോവർ, ബജ്റ. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറായി രാജസ്ഥാന്റെ ഭൂരിഭാഗം പ്രദേശവും ഉൾക്കൊള്ളുന്ന ഉഷ്ണമരുഭൂമിയാണ് താർ മരുഭൂമി. ഡക്കാൻ പീഠഭൂമി ഏത് പീഠഭൂമിയുടെ ഭാഗമാണ്? ഉപദ്വീപീയ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമിയിൽ കാണുന്ന പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് കറുത്ത മണ്ണ്. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായ പർവ്വതനിരകളാണ് വിന്ധ്യ, സത്പുര, ആരവല്ലി, പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം എന്നിവ. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ് ആനമുടി. ഉപദ്വീപീയ പീഠഭൂമി പ്രദേശത്ത് നിന്നും ഉത്ഭവിക്കുന്ന പ്രധാന നദികളാണ് ഗോദാവരി, മഹാനദി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി എന്നിവ. ഇന്ത്യയുടെ കടൽത്തീരത്തിന്റെ ദൈർഘ്യം 6100 കിലോമീറ്ററാണ്. ഇന്ത്യയുടെ കടൽത്തീരത്തിന്റെ ദൈർഘ്യം 6100 കിലോമീറ്റർ. പവിഴപ്പുറ്റുകൾ രൂപം കൊള്ളാൻ സഹായിക്കുന്ന സമുദ്രജീവികളാണ് കോറൽ പോളിപ്പുകൾ. പവിഴപ്പുറ്റുകൾ രൂപം കൊള്ളാൻ സഹായിക്കുന്ന സമുദ്രജീവികൾ അറിയപ്പെടുന്നത് കോറൽ പോളിപ്പുകൾ എന്നാണ്. പവിഴപ്പുറ്റുകൾക്ക് പ്രസിദ്ധമായ ഇന്ത്യൻ ദ്വീപുകളാണ് ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. പവിഴപ്പുറ്റുകൾക്ക് പ്രസിദ്ധമായ ദ്വീപുകൾ ഏതെല്ലാമാണ്? ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. സമുദ്രത്താൽ ചുറ്റപ്പെട്ട ചെറുഭൂഭാഗങ്ങളാണ് ദ്വീപുകൾ. സമുദ്രത്താൽ ചുറ്റപ്പെട്ട ചെറുഭൂവിഭാഗങ്ങളാണ് ദ്വീപുകൾ. ലക്ഷദ്വീപ് കാണപ്പെടുന്നത് അറബിക്കടലിലാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ കാണപ്പെടുന്നത് ബംഗാൾ ഉൾക്കടലിലാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ കാണപ്പെടുന്നത് ബംഗാൾ ഉൾക്കടലിൽ. വാരണാസി ഏത് നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്നു? ഗംഗ. വാരണാസി സ്ഥിതി ചെയ്യുന്ന നദിക്കര ഗംഗ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന മണ്ണിനമാണ് എക്കൽ മണ്ണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാണുന്ന മണ്ണിനം എക്കൽ മണ്ണ്. ഏറ്റവും ഫലപുഷ്ടമായ മണ്ണിനമാണ് എക്കൽ മണ്ണ്. എന്തുകൊണ്ടാണ്? നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന അവശിഷ്ടങ്ങളെല്ലാം വന്നടിയുന്നത് എവിടെയാണ്? ഇവിടെയാണ് അല്ലേ? അതുകൊണ്ടാണ് അത് എക്കൽ മണ്ണ് എന്നറിയപ്പെടുന്നത്. ക്ലിയർ ആണോ? അതായത് പരുത്തി, കരിമ്പ് എന്നീ കൃഷിക്ക് അനുയോജ്യമായ ഉപദ്വീപീയ പീഠഭൂമി മേഖലയിൽ കൂടുതലായി കാണുന്ന മണ്ണിനമാണ് കറുത്ത മണ്ണ്. പരുത്തി, കരിമ്പ് എന്നിവയുടെ കൃഷിക്ക് അനുയോജ്യവും അതുപോലെ തന്നെ ഉപദ്വീപീയ പീഠഭൂമി മേഖലയിൽ കൂടുതലായി കാണപ്പെടുന്നതുമായ മണ്ണാണ് കറുത്ത മണ്ണ്. വനനിബിഡമായ പർവ്വത പ്രദേശങ്ങളിൽ കാണുന്ന ജൈവാംശം വളരെ കൂടിയ മണ്ണിനമാണ് പർവ്വതമണ്ണ്. വനനിബിഡമായ പർവ്വത പ്രദേശങ്ങളിൽ കാണുന്ന ജൈവാംശം വളരെ കൂടിയ മണ്ണിനമാണ് പർവ്വതമണ്ണ്. ഇന്ത്യയുടെ കാലാവസ്ഥ ഉഷ്ണമേഖലാ മൺസൂൺ കാലാവസ്ഥ. ഇന്ത്യയിലെ ഏറ്റവും സമൃദ്ധമായി മഴ ലഭിക്കുന്ന സ്ഥലമാണ് ചിറാപുഞ്ചി. ഇന്ത്യയിലെ ഏറ്റവും സമൃദ്ധമായി മഴ ലഭിക്കുന്ന സ്ഥലം ഏതാണ്? ചിറാപുഞ്ചി. അപ്പോൾ അടുത്ത മൗസിൻഡ്രം ഇല്ലേ എന്ന് ചോദിക്കും. മൗസിൻഡ്രം കൂടുതൽ മഴ ലഭിക്കുന്നുണ്ട്.
ഓക്കെ, ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മൗസെൻട്രൽ തന്നെയാണ്. ഓക്കെ, ഇന്ത്യയിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്നത് മാർച്ച് മുതൽ മെയ് വരെ. ഇന്ത്യയിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്നത് മാർച്ച് മുതൽ മെയ് വരെ. ഇന്ത്യയിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത് ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ. ഇന്ത്യയിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത് ഡിസംബർ ടു ഫെബ്രുവരി. ഇന്ത്യയിൽ മഴക്കാലം അനുഭവപ്പെടുന്നത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയും. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലമാണ് ജൂൺ ടു സെപ്റ്റംബർ. ഒക്ടോബർ നവംബർ വടക്ക് കിഴക്കൻ മൺസൂൺ കാലം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് കൂടുതൽ മഴ ലഭിക്കുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ്. ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് കൂടുതൽ മഴ ലഭിക്കുന്നത് വടക്കു കിഴക്കൻ മൺസൂൺ കാലത്ത്. ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് കൂടുതൽ മഴ ലഭിക്കണമെങ്കിൽ വടക്കു കിഴക്കൻ മൺസൂൺ കാലം. പശ്ചിമഘട്ടത്തിലും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലങ്ങളാണ് ഉഷ്ണമേഖലാ നിത്യഹരിതവനങ്ങൾ. പശ്ചിമഘട്ടത്തിലും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലമാണ് ഉഷ്ണമേഖലാ നിത്യഹരിതവനങ്ങൾ. ലോകത്തിലെ ഏറ്റവും വലിയ നിശാശലഭമേത്? അറ്റ്ലസ് മോത്ത്. ലോകത്തിലെ ഏറ്റവും വലിയ നിശാശലഭമാണ് അറ്റ്ലസ് മോത്ത്. സിംഹവാലൻ കുരങ്ങുകൾ, അറ്റ്ലസ് മോത്ത് എന്നിവ കാണപ്പെടുന്നത് ഉഷ്ണമേഖലാ നിത്യഹരിതവനങ്ങളിലാണ്. സിംഹവാലൻ കുരങ്ങുകൾ, അറ്റ്ലസ് മോത്ത് എന്നിവ കാണപ്പെടുന്നത് ഉഷ്ണമേഖലാ നിത്യഹരിതവനങ്ങൾ. കാലികമായി മാത്രം മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ജന്തുവൈവിധ്യം ഏറ്റവും കൂടുതലുള്ള നൈസർഗിക സസ്യജാലമാണ് ഇലപൊഴിയും കാടുകൾ. എന്താണ് ഈ കാലികമായി മാത്രം? ഒരു കാലാവസ്ഥയിൽ അല്ലേ, ഒരു നിശ്ചിത കാലത്ത് മാത്രമായിട്ട് കാണപ്പെടുന്ന മഴ. കാലികമായി മാത്രം മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ജന്തുവൈവിധ്യം ഏറ്റവും കൂടുതലുള്ള നൈസർഗിക സസ്യജാലമാണ് ഇലപൊഴിയും കാടുകൾ. ഇന്ത്യൻ ഉപദ്വീപിൻ്റെ കൂടുതൽ പ്രദേശങ്ങളിലും കാണപ്പെട്ട സസ്യജാലമാണ് ഇലപൊഴിയും കാടുകൾ. ഇന്ത്യൻ ഉപദ്വീപിൻ്റെ കൂടുതൽ പ്രദേശങ്ങളിലും കാണപ്പെട്ട സസ്യജാലമാണ് ഇലപൊഴിയും കാടുകൾ. മഴ തീരെ കുറവുള്ള രാജസ്ഥാൻ മരുഭൂമികളിലും മറ്റും കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലം മുൾച്ചെടികളും കുറ്റിക്കാടുകളും. അപ്പോൾ ഈ എന്താ പറയുക, ജലം ലഭിക്കാത്ത മരുഭൂമി പ്രദേശങ്ങൾ കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലം ഏതാണ്? മുൾച്ചെടികളും കുറ്റിക്കാടുകളും. ഉപ്പ് രസമുള്ള മണ്ണിൽ വളരുന്ന പ്രത്യേകതരം നൈസർഗിക സസ്യജാലമാണ് കണ്ടൽക്കാടുകൾ. അപ്പോൾ ഉപ്പ് രസമുള്ള സ്ഥലത്ത് എന്താണ്, എല്ലാ സസ്യങ്ങളും വളരില്ല അല്ലേ. പക്ഷേ നൈസർഗികമായിട്ട് പ്രകൃതിദത്തമായിട്ട് വളരുന്ന സസ്യങ്ങളാണ് കണ്ടൽക്കാടുകൾ. കണ്ടൽക്കാടുകൾ കൂടുതൽ കാണുന്ന സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതൽ എവിടെയാണ്? പശ്ചിമ ബംഗാളിലാണ്. എന്നാൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാട് കാണപ്പെടുന്ന ജില്ല ഏതാണ്? ഒന്ന് കമൻറ്റ് ചെയ്യൂ, അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രമാണ് പശ്ചിമ ബംഗാളിലെ കണ്ടൽക്കാടുകൾ. ബംഗാൾ കടുവകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന എവിടെയാണ്? പശ്ചിമ ബംഗാളിലെ കണ്ടൽക്കാടുകളിലാണ്. ഉയരം കൂടിയ പ്രദേശങ്ങളിൽ കാണുന്ന സ്തൂപികാഗ്ര വൃക്ഷങ്ങളും അതിശൈത്യമുള്ള പർവ്വതങ്ങളിൽ പായൽ വർഗ സസ്യങ്ങളും ഉൾപ്പെട്ട നൈസർഗിക സസ്യജാലമാണ് പർവ്വത വനങ്ങൾ. ഉയരം കൂടിയ പ്രദേശങ്ങളിൽ കാണുന്ന സ്തൂപികാഗ്ര വൃക്ഷങ്ങളും. എന്താണ് സ്തൂപികാഗ്ര വൃക്ഷങ്ങൾ? സ്തൂപികയുടെ ആകൃതിയിലുള്ള വൃക്ഷങ്ങൾ. അതിശൈത്യമുള്ള പർവ്വതങ്ങളിലെ പായൽ വർഗ സസ്യങ്ങളും ഉൾപ്പെട്ട നൈസർഗിക സസ്യജാലമാണ് പർവ്വതവനങ്ങൾ. കസ്തൂരിമാൻ, ഹിമപ്പുലി, വരയാട് എന്നിവയുടെ ആവാസ കേന്ദ്രം പർവ്വതവനങ്ങളാണ്. കസ്തൂരിമാൻ, ഹിമപ്പുലി, വരയാട് എന്നിവയുടെ ആവാസ കേന്ദ്രം എവിടെയാണ്? പർവ്വതവനങ്ങളാണ്. ക്ലിയർ ആണോ? അപ്പോൾ ഈ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തേ. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് റിവൈസ് ചെയ്യണോ? ഒന്ന് റിവൈസ് ചെയ്യാം അല്ലേ. നോക്കാം. പവിഴപ്പുറ്റുകൾക്ക് പ്രസിദ്ധമായ ഇന്ത്യൻ ദ്വീപുകളാണ് ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. സമുദ്രത്താൽ ചുറ്റപ്പെട്ട ചെറുഭാഗങ്ങൾ ദ്വീപുകളാണ്. ലക്ഷദ്വീപ് കാണപ്പെടുന്നത് അറബിക്കടലിലാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ കാണപ്പെടുന്നത് ബംഗാൾ ഉൾക്കടലിലാണ്. വാരണാസി ഏത് നദിയുടെ തീരത്താണ്? ഗംഗ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന മണ്ണിനം ഏതാണ്? എക്കൽ മണ്ണ്. ഏറ്റവും ഫലപുഷ്ടമായ മണ്ണിനം എക്കൽ മണ്ണ്. വനനിബിഡമായ പർവ്വത പ്രദേശങ്ങളിൽ കാണുന്ന ജൈവാംശം വളരെ കൂടിയ മണ്ണിനമാണ് പർവ്വത മണ്ണ്. ഇന്ത്യയുടെ കാലാവസ്ഥ ഉഷ്ണമേഖലാ മൺസൂൺ കാലാവസ്ഥ. ഇന്ത്യയിൽ ഏറ്റവും സമൃദ്ധമായി മഴ ലഭിക്കുന്ന സ്ഥലമാണ് ചിറാപുഞ്ചി. ഇന്ത്യയിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്നത് മാർച്ച് മുതൽ മെയ് വരെയാണ്. ശൈത്യകാലം ഡിസംബർ ടു ഫെബ്രുവരി. ഇന്ത്യയിൽ മഴക്കാലം അനുഭവപ്പെടുന്നത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലവും. ഒക്ടോബർ മുതൽ നവംബർ വരെ വടക്കു കിഴക്കൻ മൺസൂൺ കാലവും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ്.
ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് കൂടുതൽ മഴ ലഭിക്കുന്നത് വടക്കു കിഴക്കൻ മൺസൂൺ കാലത്താണ്. ലോകത്തെ ഏറ്റവും വലിയ നിശാശലഭമാണ് അറ്റ്ലസ് മോത്ത്. സിംഹവാലൻ കുരങ്ങുകൾ, അറ്റ്ലസ് മോത്ത് എന്നിവ കാണപ്പെടുന്നത് ഉഷ്ണമേഖലാ നിത്യഹരിത വനങ്ങളിലാണ്. ഉപ്പ് രസമുള്ള മണ്ണിൽ വളരുന്ന പ്രത്യേകതരം നൈസർഗിക സസ്യജാലമാണ് കണ്ടൽക്കാടുകൾ. കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രമാണ് പശ്ചിമ ബംഗാളിലെ കണ്ടൽക്കാടുകൾ. ഉയരം കൂടിയ പ്രദേശങ്ങളിൽ കാണുന്ന സ്തൂപികാഗ്ര വൃക്ഷങ്ങളും അതിശൈത്യമുള്ള പർവ്വതങ്ങളിലെ പായൽവർഗ സസ്യങ്ങളും ഉൾപ്പെട്ട നൈസർഗിക സസ്യജാലമാണ് പർവ്വതവനങ്ങൾ. കസ്തൂരിമാൻ, ഹിമപ്പുലി, വരയാട് എന്നിവയുടെ ആവാസ കേന്ദ്രമാണ് പർവ്വത വനങ്ങൾ. ഓക്കെ, ഈ ചാപ്റ്റർ നമ്മുടെ കംപ്ലീറ്റ് ആവുകയാണ് ഇന്ത്യയിലൂടെ. ഓക്കെ, അപ്പോൾ അടുത്ത ചാപ്റ്ററിലോട്ട് കിടക്കണം. 10ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്ററാണ് വൈവിധ്യങ്ങളുടെ ഇന്ത്യ. എന്താണ് വൈവിധ്യങ്ങളുടെ ഇന്ത്യ? നോക്കാം. ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം 8 ഡിഗ്രി 4 മിനിറ്റ് വടക്ക് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് വടക്കു വരെ. ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം 68 ഡിഗ്രി 7 മിനിറ്റ് കിഴക്ക് മുതൽ 97 ഡിഗ്രി 25 മിനിറ്റ് കിഴക്ക് വരെ. ഓക്കെ, ഇത് വൃത്തിയായി പഠിച്ചിരിക്കുക കേട്ടോ. അത് 2 ചാപ്റ്ററിലും വരുന്നുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും ഇത് ചോദിക്കുന്നതായിരിക്കും. ഓക്കെ, അടുത്ത പോയിന്റ്. ദേവഭൂമിയിലൂടെ എന്ന കൃതി രചിച്ചത് ആരാണ്? AK രാമചന്ദ്രനാണ് ദേവഭൂമിയിലൂടെ എന്ന കൃതി രചിച്ചത്. 3 വശങ്ങളും സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഭൂവിഭാഗമാണ് ഉപദ്വീപ്. എന്താണ്? 3 വശങ്ങളും സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഭൂവിഭാഗമാണ് ഉപദ്വീപ്. ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് പാമീർ പീഠഭൂമിയാണ്. ലോകത്തിൻ്റെ മേൽക്കൂര പാമീർ പീഠഭൂമി. പാമീർ പർവ്വതക്കെട്ടിൽ നിന്ന് വിഭിന്ന ദിശകളിലേക്ക് പോകുന്ന പർവ്വതനിരകളാണ് ഹിന്ദുക്കുഷ്, സുലൈമാൻ, ടിയാൻഷാൻ, കുൻലുൻ, കാരക്കോറം എന്നിവ. പാമീർ പർവ്വതക്കെട്ടിൽ നിന്ന് വിഭിന്ന ദിശകളിലേക്ക് പോകുന്ന പർവ്വതനിരകളാണ് ഹിന്ദുക്കുഷ്, സുലൈമാൻ, ടിയാൻഷാൻ, കുൻലുൻ, കാരക്കോറം എന്നിവ. പാമീർ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത് മധ്യേഷ്യയിലാണ് പാമീർ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത്. ടിബറ്റിലെ കൈലാസ പർവ്വതനിരകളിൽ ഏത് പർവ്വതനിരയുടെ തുടർച്ചയാണ് കാരക്കോറം? ടിബറ്റിലെ കൈലാസ പർവ്വതനിരകളിൽ ഏത് പർവ്വതനിരയുടെ തുടർച്ചയാണ് കാരക്കോറം? ഇന്ത്യയിലെ 5 പ്രധാന ഭൂപ്രകൃതി വിഭാഗങ്ങളാണുള്ളത്. ഉത്തര പർവ്വത മേഖല, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരസമതലങ്ങൾ, ദ്വീപുകൾ. കാശ്മീരിന് വടക്ക് പടിഞ്ഞാറ് മുതൽ ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തി വരെ ഒരു വൻമതിൽ പോലെ നിലകൊള്ളുന്ന പർവ്വതനിരയാണ് ഉത്തര പർവ്വതനിര. കാശ്മീരിന് വടക്ക് പടിഞ്ഞാറ് മുതൽ ഇന്ത്യയുടെ കിഴക്കേ അതിർത്തി വരെ ഒരു വൻമതിൽ പോലെ നിലകൊള്ളുന്ന പർവ്വതനിരയാണ് ഉത്തര പർവ്വതനിര. ഉത്തര പർവ്വത മേഖലയുടെ 3 ഭാഗങ്ങളാണ് ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ മലനിരകൾ. അപ്പോൾ ആദ്യം പറയുന്നു ഉത്തരപർവ്വത മേഖല. അതിന് 3 ഭാഗങ്ങളുണ്ട്. ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ മലനിരകൾ. ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന പർവ്വതനിരകളാണ് കാരക്കോറം, ലഡാക്ക്, സസ്കർ. നോക്കൂ, ഇത് നമ്മൾ ഈ പിരമിഡ് വരയ്ക്കില്ലേ, അതുപോലെ വരച്ച് തന്നെ നിങ്ങളത് എഴുതി വയ്ക്കുക. ഉത്തരപർവ്വത മേഖലയെ ആദ്യം 3ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ മലനിരകൾ. അതിനുശേഷം ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഒരു മേഖല എന്ന് പറയുന്നത് കാരക്കോറം, ലഡാക്ക്, സസ്കർ എന്നിവയാണ്. അപ്പോൾ ഇതിൻ്റെ ബ്രാഞ്ചസ് ആയിട്ട് വരച്ചിട്ട് വെക്കുക കേട്ടോ. എന്നാലേ നിങ്ങൾക്ക് പഠിക്കാനായിട്ട്, അതായത് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ക്ലാസ് കേൾക്കുന്നതിനോടൊപ്പം ഒരു ടീച്ചിങ് നോട്ട് പോലെ ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് പരീക്ഷാ സമയത്ത് എന്ത് ചെയ്യാൻ കഴിയും? ജസ്റ്റ് ഒന്ന് അത് മറിച്ച് നോക്കിയാൽ മതി. അപ്പം നമുക്ക് ഇത്രയും ക്ലാസ് കേൾക്കാനോ ഇത്രയും കാര്യങ്ങൾ വാരി വലിച്ച് വായിക്കാനൊന്നും സാധിക്കില്ല. ആ സമയങ്ങളിൽ ഈ സംഭവം ഉപകാരപ്പെടും. ഓക്കെ, നിങ്ങൾ ഒന്ന് ഡ്രോ ചെയ്ത് വെച്ചോളൂ, ഒന്ന് വരച്ച് വെച്ചോളൂ കേട്ടോ. ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെട്ട പർവ്വതനിരകൾ ഏതെല്ലാമാണ്? കാരക്കോറം, ലഡാക്ക്, സസ്കർ. കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്ന പർവ്വതനിരകളാണ് പട്കായി ബൂം, നാഗാ കുന്നുകൾ, ഗാസി ജയന്തിയ കുന്നുകൾ, മിസോ കുന്നുകൾ എന്നിവ. എന്താണ്? കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്ന പർവ്വതനിരകൾ ഏതെല്ലാമാണ്? പട്കായി ബൂം, നാഗാ കുന്നുകൾ, ഗാസി ജയന്തിയ കുന്നുകൾ, മിസോ കുന്നുകൾ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? മൗണ്ട് K2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ. അല്ലേ, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് K2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ. എത്രയാണ് അതിൻ്റെ ഉയരം? 8661 അല്ലേ, 8661 മീറ്ററാണ് അതിൻ്റെ ഉയരം. ട്രാൻസ് ഹിമാലയത്തിൻ്റെ ശരാശരി ഉയരം 6000 മീറ്ററാണ്. ട്രാൻസ് ഹിമാലയത്തിൻ്റെ ശരാശരി ഉയരം 6000 മീറ്റർ. ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് ട്രാൻസ് ഹിമാലയത്തിലെ കാരക്കോറം മലനിരകളിലാണ്. ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ട്രാൻസ് ഹിമാലയത്തിലെ കാരക്കോറം നിരകളിൽ. ട്രാൻസ് ഹിമാലയത്തിനും കിഴക്കൻ മലനിരകൾക്കുമിടയിൽ വടക്ക് പടിഞ്ഞാറ് തെക്ക് കിഴക്ക് ദിശയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരകളാണ് ഹിമാലയം. ട്രാൻസ് ഹിമാലയത്തിനും കിഴക്കൻ മലനിരകൾക്കും
മലനിരകൾക്കുമിടയിൽ വടക്കു പടിഞ്ഞാറ് തെക്ക് കിഴക്ക് ദിശയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരകളാണ് ഹിമാലയം. ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന പർവ്വതനിരകളാണ് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. നോക്കൂ, അപ്പോൾ അവിടെയും എന്ത് വന്നു? അവിടെയും 3 തട്ടുകൾ വന്നു അല്ലേ? ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് ഏതിൻ്റെയാണ്? ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന പർവ്വതനിരകളാണ്. ഹിമാലയത്തിൻ്റെ കിഴക്കൻ പ്രദേശത്ത് പോകുമ്പോൾ പർവ്വതത്തിൻ്റെ ഉയരം കുറഞ്ഞു വരുന്നു. ഹിമാലയത്തിന് കിഴക്ക് ഭാഗത്തേക്ക് പോകുന്നതനുസരിച്ച് അതിൻ്റെ ഉയരം കുറഞ്ഞു വരുന്നു. ഹിമാലയത്തിൻ്റെ ഏകദേശ വിസ്തൃതി എന്ന് പറയുന്നത് 5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. ഹിമാലയത്തിൻ്റെ ഏകദേശ വിസ്തൃതി 5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? മൗണ്ട് എവറസ്റ്റ് ആണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് എവറസ്റ്റ്. ഓക്കെ, ഇത്രയും ഭാഗങ്ങൾ ക്ലിയർ ആയില്ലേ? നോക്കാം. ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം എത്രയാണ്? 8 ഡിഗ്രി 4 മിനിറ്റ് വടക്ക് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് വടക്ക് വരെ. ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം 68 ഡിഗ്രി 7 മിനിറ്റ് കിഴക്ക് മുതൽ 97 ഡിഗ്രി 25 മിനിറ്റ് കിഴക്ക് വരെ. ദേവഭൂമിയിലൂടെ എന്ന കൃതി രചിച്ചത് AK രാമചന്ദ്രൻ അല്ലെ? ദേവനും ചന്ദ്രനും ഓക്കെ, കണക്ട് ചെയ്യുക. 3 വശങ്ങളും സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഭൂവിഭാഗമാണ് ഉപദ്വീപ് അല്ലെ? 4 വശവും ചുറ്റപ്പെട്ടാൽ, സമുദ്രത്താൽ ചുറ്റപ്പെട്ടാൽ ദ്വീപെന്നും 3 വശവും ചുറ്റപ്പെട്ടാൽ ഉപദ്വീപ് എന്നും അറിയപ്പെടുന്നു. ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് പാമീർ പീഠഭൂമി. പാമീർ പർവ്വതഘട്ടിൽ നിന്ന് വിഭിന്ന ദിശകളിലേക്ക് പോകുന്ന പർവ്വതനിരകളാണ് ഹിന്ദുക്കുഷ്, സുലൈമാൻ, ടിയാൻഷൻ, കുൻലുൻ, കാരക്കോറം എന്നിവ. പാമീർ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത് മധ്യേഷ്യയിലാണ്. ടിബറ്റിലെ കൈലാസ പർവ്വതനിരകളിൽ ഏത് പർവ്വതനിരയുടെ തുടർച്ചയാണ് കാരക്കോറം? ഇന്ത്യയിലെ 5 പ്രധാന ഭൂപ്രകൃതി വിഭാഗങ്ങളാണ് ഉത്തരപർവ്വത മേഖല, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരസമതലങ്ങൾ, ദ്വീപുകൾ. കാശ്മീരിന് വടക്കു പടിഞ്ഞാറ് മുതൽ ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തി വരെ ഒരു വൻമതിൽ പോലെ നിലകൊള്ളുന്ന പർവ്വതനിരയാണ് ഉത്തരപർവ്വതനിര. ഉത്തരപർവ്വത മേഖലയുടെ 3 ഭാഗങ്ങളാണ് ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ മലനിരകൾ. ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെട്ട പർവ്വതനിരകളാണ് കാരക്കോറം, ലഡാക്ക്, സസ്കർ. കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്ന പർവ്വതനിരകളാണ് പട്കായി-ബും, നാഗ കുന്നുകൾ, ഖാസി കുന്നുകൾ, ജയന്തിയ കുന്നുകൾ, മിസോ കുന്നുകൾ എന്നിവ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് കീറ്റു അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ. 8661 മീറ്റർ ആണ് ഇതിൻ്റെ ഉയരം. ട്രാൻസ് ഹിമാലയത്തിൻ്റെ ശരാശരി ഉയരം 6000 മീറ്റർ. ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് ട്രാൻസ് ഹിമാലയത്തിലെ കാരക്കോറം നിരകളിലാണ്. ട്രാൻസ് ഹിമാലയത്തിനും കിഴക്കൻ മലനിരകൾക്കുമിടയിൽ വടക്കു പടിഞ്ഞാറ് തെക്ക് കിഴക്ക് ദിശയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരകളാണ് ഹിമാലയം. എന്താണ്? ട്രാൻസ് ഹിമാലയത്തിനും കിഴക്കൻ മലനിരകൾക്കുമിടയിൽ വടക്ക് പടിഞ്ഞാറ് തെക്ക് കിഴക്ക് ദിശയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരകളാണ് ഹിമാലയം. ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന പർവ്വതനിരകളാണ് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്നിവ. ഹിമാലയത്തിൻ്റെ കിഴക്കൻ പ്രദേശത്തേക്ക് പോകുമ്പോൾ പർവ്വതത്തിൻ്റെ ഉയരം കുറഞ്ഞു വരുന്നു. ഹിമാലയത്തിൻ്റെ ഏകദേശ വിസ്തൃതി 5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് മൗണ്ട് എവറസ്റ്റ്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏതാണ്? മൗണ്ട് എവറസ്റ്റ് ആണ്. ഓക്കെ, തുടർന്ന് വരുന്ന പാഠഭാഗങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും വൃത്തിയായിട്ട് പഠിക്കുക, ആരും ടെൻഷൻ ഇല്ലാതെ പഠിക്കുക. നമ്മളെ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യും, അതിൽ സംശയമൊന്നുമില്ല. പിന്നെ കറണ്ട് അഫെയർസ് എന്ന് പറയുന്നത് നമ്മൾ 1-2 ക്ലാസ്സുകളായിട്ട് പരീക്ഷയ്ക്ക് കുറച്ച് മുൻപായിട്ട് മാത്രമേ തരാൻ സാധിക്കുള്ളൂ. അതിനു മുൻപ് നമുക്ക് ഈ പോർഷൻസ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം. കംപ്ലീറ്റ് ചെയ്തതോടുകൂടെ നമ്മൾ തീർച്ചയായിട്ടും കറണ്ട് അഫെയറും കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫെയർസ് മാത്രമാണ് തരിക. അപ്പോൾ നിങ്ങൾ മറ്റു സോഴ്സുകളും കൂടെ ആശ്രയിക്കേണ്ടി വരും. അതുകൂടാതെ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങൾ കണ്ടെത്തണം. ഓക്കെ, നിങ്ങൾക്ക് ഏത് രീതിയിലാണോ പഠിക്കാൻ ഇഷ്ടം ആ രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ആശംസകൾ. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്